ഹലോ എവരിവൺ, എൻ്റെ പേര് ഷിനു വർഗീസ്. ഇത് എൻ്റെ മമ്മി അന്നമ്മ വർഗീസ്, എൻ്റെ വൈഫ് മേഴ്സി വർഗീസ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു നല്ലൊരു അനുഭവം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾ ഇരിക്കുന്നത് അടൂരുള്ള ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൻ്റെ 1415 4th ഫ്ലോറിലുള്ള 1415 റൂം. ഇവിടെയായിരുന്നു മമ്മി ഒരാഴ്ച ഉണ്ടായിരുന്നത്. അപ്പം ഈ കഴിഞ്ഞ ഫെബ്രുവരി 21 തീയതി മമ്മിക്ക് വലിയൊരു ശ്വാസമുട്ടലുണ്ടാവുകയും വളരെ ഒരു അസ്വസ്ഥത, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഒക്കെ ഉണ്ടായി. പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് റഷ് ചെയ്തു. അവിടെ ചെന്ന ഉടനെ തന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് ഇവിടെ ഈ അടൂരുള്ള ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു. അങ്ങനെ മമ്മി ഇവിടെ കടന്നു വന്നു. ഇവിടുത്തെ ഡോക്ടേഴ്സ്, കാർഡിയോളജിസ്റ്റ്, സർജൻ അവരെല്ലാവരും ഉടൻ തന്നെ മമ്മിയുടെ ലക്ഷണം കണ്ട് ഉടൻ തന്നെ അവർ അത് അസസ് ചെയ്യുകയും ആൻജിയോഗ്രാം എടുക്കുകയും ചെയ്തു. തുടർന്നുള്ള ഫർദർ ടെസ്റ്റിലൂടെ മമ്മിക്ക് 3 വലിയ ബ്ലോക്ക്, അത് കാൽസിഫൈഡ് ആയിട്ടുള്ള ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് അത് സ്റ്റെൻഡ് ഇടാനോ മറ്റ് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഓൺലി ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. അത് കൂടാതെ മമ്മിയുടെ എയറോട്ടിക് വാൽവ് നാരോ ആയി, അതും കാൽസിഫൈഡ് ആയിട്ട് നാരോ ആയത് കാരണം അതും റീപ്ലേസ്മെന്റ് നടത്തിയേ പറ്റത്തുള്ളായിരുന്നു. ഞങ്ങൾ മക്കള് വിദേശത്തായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അതിൻ്റെ പെട്ടെന്നൊരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്നുണ്ടായി. ഞങ്ങൾക്ക് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഒരിത് വന്നു. പെട്ടെന്ന് പാപ്പച്ചൻ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുന്നതിനും പാപ്പച്ചൻ ഡോക്ടറെ ഞങ്ങളെ അവിടെ വിളിക്കുന്നതിനും ഞങ്ങൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഇവിടുത്തെ തൊറാസിക് സർജൻ ഡോക്ടർ എസ് രാജഗോപാൽ, അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരികയും എന്താണ് തുടർന്ന് ട്രീറ്റ്മെന്റ് നടത്തേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതിനുശേഷം മമ്മിയുടെ അന്നേരത്തെ കണ്ടീഷൻസ്, ബിക്കോസ് ഓഫ് ദ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഒക്കെ ഉണ്ടായത് കാരണം ഓക്സിജൻ ലെവലൊക്കെ വളരെ കുറവായിരുന്നു. അത് കാരണം മറ്റ് ബോഡി ഫങ്ഷനൊക്കെ ലെവൽസ് ഒക്കെ നോർമലായി സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാഴ്ച മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് സർജറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 9-ാം തീയതി സൺഡേയിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. 10-ാം തീയതി ആയിരുന്നു സർജറി. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ നാട്ടിൽ നിന്ന്, ഞങ്ങൾ യുഎസിലാണ് ഞങ്ങൾ സെറ്റിൽ ആയിരിക്കുന്നത്. പെട്ടെന്ന് ഇവിടെ നിന്ന് ഫോൺ കോൾ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം പരിഭ്രമിച്ചു വരിക. രാത്രി 2 മണിക്കാണ് കോൾ വന്നത്. മമ്മിക്ക് ഇങ്ങനെ വിഷയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ ടെൻഷനായി. 3 ബ്ലോക്കും അത് ബൈപ്പാസ് ചെയ്യണം, അത് കൂടാതെ അയോട്ടിക് വാൽവ് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾക്ക് തോന്നിയത് മമ്മിയെ യുഎസിലോട്ട് കൊണ്ടുവന്ന് സർജറി ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നീട് ഇവിടുത്തെ ഡോക്ടേഴ്സുമായിട്ടും ടീമുമായിട്ടും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടുകയും അങ്ങനെ ഇവിടെ തന്നെ മമ്മിക്ക് സർജറി ക്രമീകരിക്കുകയും ചെയ്തു. ആ സർജറിയുടെ റിസൾട്ട് ആക്ച്വലി അമേരിക്കയിൽ ചെയ്യുന്നത് പോലെ തന്നെ അതിനേക്കാൾ പിടിപിടിക്കുന്ന രീതിയിൽ വളരെ നന്നായി സർജറി കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ ഞങ്ങൾക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു, ഹാർട്ടിന്റെ വാൽവ് റീപ്ലേസ് ചെയ്യണം, മമ്മിക്ക് ഇത്ര ഏജ് ഉണ്ട്, എങ്ങനെയാണെന്നൊക്കെയുള്ള സംശയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കൺസേൺ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എസ് രാജഗോപാലും പാപ്പച്ചൻ ഡോക്ടർ അവരെല്ലാം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ നല്ല ഒരു കാർഡിയോളജിയുടെ നല്ല ടീം തന്നെയുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ പ്രൊഫഷണലായിട്ട് അവർ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുകയും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു. അങ്ങനെ മമ്മി 10-ന് സർജറിക്ക് വിധേയമായി. ഓപ്പൺ ഹാർട്ട് സർജറിയുടെ 3 ബ്ലോക്കും ഗ്രാഫ്റ്റ് ചെയ്ത് അത് ബൈപ്പാസ് ചെയ്തു. അതിനുശേഷം അതോടുകൂടി തന്നെ അയോട്ടിക് വാൽവ്, അത് ഞങ്ങൾ പ്രിഫർ ചെയ്തത് ബയോപ്രോസ്തറ്റിക് ഫീച്ചർലെസ് ബയോപ്രോസ്തറ്റിക് വാൽവ് ആയിരുന്നു. അപ്പൊ അതും വളരെ ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായി. ഡോക്ടേഴ്സ് അതിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കഴിഞ്ഞു. അത് കാരണം മമ്മിക്ക് വളരെ അമേസിംഗ് ആയിട്ടുള്ള റിക്കവറി ആയിരുന്നു. വിതിൻ 5 days മമ്മി കംപ്ലീറ്റ് ഒരു എഴുന്നേറ്റ് നടക്കുകയും ലൈറ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു. സാറ്റർഡേ തന്നെ മമ്മിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നതിനും ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ പോയി. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഫർദർ മെഡിക്കേഷൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞുള്ള ഫോളോ അപ്പ് അപ്പോയിൻമെന്റ് ഞങ്ങൾ വന്നതാണ്. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിന് ഞങ്ങൾക്ക് സഹായിച്ചു. ഇവിടുത്തെ അമേസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും വളരെ ഫ്രണ്ട്ലിയാണ്, പ്രൊഫഷണലാണ്. വളരെ സ്നേഹത്തോടായിരുന്നു.
മമ്മി വളരെ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് അതായിരുന്നു വേണ്ടിയിരുന്നത്. പിന്നെ എന്റെ ബ്രദർ സർജറിയുടെ സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല. ഞങ്ങള് ഈ ടേൺ എടുത്ത് വന്നത് കൂടുതൽ സമയം മമ്മിയുടെ കൂടെ റിക്കവറി ടൈമിൽ ഉണ്ടാവാമെന്ന് കരുതി ഞങ്ങൾ ടേൺ എടുത്താണ് വന്നത്. അപ്പൊ അതുകൊണ്ട് സർജറി ടൈമിൽ ഫുള്ള് എന്റെ ബ്രദർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന ബ്രദറിനെ വെളിയിൽ ചെയ്തു. ഇപ്പം മമ്മി വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഡോക്ടർ എസ് രാജഗോപാലിനെ പറ്റി പറയുകയാണെങ്കിൽ വെരി അമേസിംഗ്, വെരി പ്രൊഫഷണൽ, വെരി എക്സ്പീരിയൻസ്, സ്കിൽഡ് സർജൻ. സോ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. അദ്ദേഹത്തെ പറ്റി റെക്കമെൻഡ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അതുപോലെ ഈ ഹോസ്പിറ്റലിൽ പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നാടിന് നല്ല ഹൃദയം, അങ്ങനെയായിരുന്നു ഇവിടുത്തെ ഇതിന്റെ സ്ലോഗൻ. എക്സാക്ട്ലി അത് അനർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ കംപ്ലീറ്റ് സർവീസ് എക്സ്പീരിയൻസ്. നമ്മുടെ ഈ സദേൺ കേരളയിൽ ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമുക്കില്ലായിരുന്നു. ഇത് സത്യത്തിൽ വളരെ അനുഗ്രഹമാണ്. പല ആൾക്കാർക്കും ഇത് തുടർന്നും ഇത് വളരെ എക്സലന്റ് ആവട്ടെ എന്നും ഇത് ഓരോ ദിവസവും അനുദിനം ഇതിന്റെ പ്രോഗ്രസ് കണ്ട് ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇതിനെല്ലാത്തിലും ഉപരി ദൈവത്തിന്റെ കരുണ കൃപ അത് ഞങ്ങൾക്ക് ആദ്യോടന്തം അനുഭവിച്ചറിയുന്നതിനെ സഹായിച്ചു. ദൈവത്തിന്റെ കൃപ കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ ഒന്നും സാധിക്കുകയില്ലായിരുന്നു. കർത്താവ് ആദ്യം മുതൽ തന്നെ അതിന്റെ കറക്റ്റ് ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഓരോ സ്ഥലത്തും അതിന് വേണ്ട ആൾക്കാരെ ഒരുക്കി മമ്മിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുന്നത് പോലെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായി. അതുപോലെ അനേക ദൈവമക്കൾ പാസ്റ്റർമാരെല്ലാം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട റിലേറ്റീവ്സും ഞങ്ങളുടെ ചർച്ച് മെമ്പേഴ്സും എല്ലാവരും മമ്മിക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അതെല്ലാം അതിന്റെ ഉത്തമ സാക്ഷ്യമാണ് മമ്മി ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇത്രയും ഹാപ്പി ആയിട്ട് മമ്മി ഇവിടെ ഇരിക്കുന്നു. അതുപോലെ കംപ്ലീറ്റ് ഫാസ്റ്റ് ആയിട്ട് റിക്കവർ ചെയ്യും. ഇപ്പോഴും വളരെ ഇപ്പൊ തന്നെ മമ്മി കാര്യങ്ങളെല്ലാം ചെയ്യും. ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നുണ്ട്. കമ്മിങ് ബാക്ക് ടു ദ നോർമൽ ലൈഫ്. മമ്മിക്ക് ഇങ്ങനെ അമേസിംഗ് ആയിട്ട് റിക്കവറി കിട്ടുന്നതിനും ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നോർമലായിട്ട് വരുന്നതിനൊക്കെ പെട്ടെന്ന് സാധ്യമായി. അതിന് വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ ഡോക്ടേഴ്സും സ്റ്റാഫും ഹോൾ കാർഡിയോളജി ടീം എൻറ്റയർ ഹോസ്പിറ്റൽ സ്റ്റാഫ് മാനേജ്മെന്റ് അവരോടുള്ള നന്ദിയെ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. അതിലുപരിയായി സകല മാനവും മഹത്വവും സർവശക്തനായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു. നാടിന് നല്ല ഹൃദയം.